രാഹുൽ കോൺഗ്രസിന്റെ വലിയ പരാജയം, വരാനിരിക്കുന്നത് അതിലേറെ വലിയ പരാജയങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള സെമി ഫൈനലായാണ് മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം മൂന്ന് മുന്നണികൾക്കും പ്രധാനമാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കരുതലോടെയാണ് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ CPM-ഉം സർക്കാരും വെട്ടിലായി നിന്ന സമയത്ത് വലിയ പ്രതീക്ഷയും കോൺഗ്രസിനുണ്ടായിരുന്നു. അപ്പോഴാണ് ഇടിവെട്ടുപോലെ രാഹുൽ വിവാദം കത്തിപ്പടർന്നത്. വിവാദത്തിന്റെ തുടക്കത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾക്ക് പ്രധാന കാരണം. ഇത് പാർട്ടിക്ക് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രീയ മുദ്രാവാക്യം പോലും ഉയർത്താൻ കഴിയാത്ത വിധം കോൺഗ്രസ് ദുർബലമായ നിലയിലാണ് ഇപ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയാതിരുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ വീഴ്ച. ഇതിന്റെ അലയൊലികൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്നതാണ് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻപെ പരാജയപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊരു തിരിച്ചുവരവ് വളരെ പ്രയാസമായിരിക്കും. രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം തീരുമാനിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുമ്പോഴും ഇന്നലെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനം നടത്തിയ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഇത് ശരിയല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. പുറത്താക്കുന്ന നടപടിയെക്കുറിച്ച് പാർട്ടി ആലോചിക്കുമെന്നാണ് ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഡിസംബർ 4-ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 1 വർഷം തികഞ്ഞ ദിവസം തന്നെ രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി എന്നത് ശ്രദ്ധേയമാണ്. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് 1 വർഷം പൂർത്തിയാക്കും മുമ്പ് തന്നെ ലൈംഗിക ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ബാധ്യതയായിട്ടും MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. MLA സ്ഥാനം രാജിവെക്കണമോ എന്നത് രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോഴും പറയുന്നത്. ധാർമ്മികതയില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത ആളോട് ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് പറയാനാകില്ലല്ലോ എന്ന് പ്രതികരിക്കാനെങ്കിലും K മുരളീധരൻ തയ്യാറായി. രാഹുൽ MLA സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു വ്യക്തിയോട് പാർട്ടി നൽകിയ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിക്കാൻ പോലും കഴിവില്ലാത്ത നേതൃത്വമായി കോൺഗ്രസ് മാറിയിരിക്കുന്നുവെന്നാണ് ഈ വാക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. ഈ നേതൃത്വമാണ് മൂന്നാം പിണറായി സർക്കാരിന്റെ വരവിനെ തടയാൻ UDF-നെ നയിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ മുൻ തിരുവനന്തപുരം DCC പ്രസിഡന്റ് പാലോട് രവി പങ്കുവച്ച ആശങ്കകൾ സത്യമാകുമോ എന്ന് കരുതാതിരിക്കാനാവില്ല.